ഹായ് ഓൾ, ഇറ്റ്സ് മീ അൽത്താഫ്. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ലാലേട്ടൻ്റെ തുടരും കാണണമെന്നതിനെ പറ്റി. അപ്പം ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ, എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ആണ് ഇന്നലെ ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതിലെല്ലാം എനിക്കൊരു നല്ലൊരു രീതിയിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇന്നലെ പടം കണ്ടപ്പോൾ കിട്ടിയിട്ടുണ്ട്. തരുൺമൂർത്തി എന്ന് പറഞ്ഞ ഡയറക്ടർ, പുള്ളി പണി അറിയാവുന്നവന്റെ കയ്യിൽ ലാലേട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ലാലേട്ടൻ അഴിഞ്ഞാടും എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇന്നലെ തുടരും എന്ന് പറഞ്ഞ സിനിമ. എല്ലാവരും പറയും പഴയ ലാലേട്ടനെ കിട്ടി, പഴയ ലാലേട്ടൻ കിട്ടി. പക്ഷെ പഴയ ലാലേട്ടൻ, എനിക്ക് പറയാനുള്ളത്, പഴയ ലാലേട്ടന്റെ ഫിലിംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു എപ്പിക് മാസ്റ്റർ പീസുകളാണ്, അത് അങ്ങനെ തന്നെ കാണും. പക്ഷെ ഇത് പുതിയ ലാലേട്ടനാണ്, മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ. അതാണ് എനിക്ക് ഈ പടത്തെ പറ്റി ആദ്യം പറഞ്ഞത്. ഈ മൂവിയുടെ റൈറ്റർ വി.ആർ. സുനിലാണ്. വി.ആർ. സുനിലും പിന്നെ നമ്മുടെ തരുൺമൂർത്തിയും കൂടെ ചേർന്നാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് വൈസിൽ ഇതൊരു നൈസ് പടമാണ്. സ്ക്രിപ്റ്റ് ആണ് ഈ എല്ലാ പടത്തിന്റെയും ഹൃദയം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പടത്തിലും നല്ലൊരു സ്ക്രിപ്റ്റ് ഉള്ളത് തന്നെ ഈ പടത്തിന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ പടം 2 മണിക്കൂർ 45 മിനിറ്റ് ആണ് ഏകദേശം പടത്തിന്റെ ഒരു വാച്ച് ടൈം ഉള്ളത്. ഈ പടത്തിൽ നമ്മൾ ലാലേട്ടൻ അഭിനയിക്കുന്ന ക്യാരക്ടറിന്റെ പേര് ഷൺമുഖം അക്ക ബെൻസ് എന്നാണ്. എല്ലാവരും ബെൻസെ എന്നാണ് ലാലേട്ടനെ വിളിക്കുന്നത്. അപ്പം ആ ബെൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ബെൻസ് എന്ന് പറയുന്ന ലാലേട്ടന്റെ ക്യാരക്ടർ പല രീതിയിലുള്ള ജീവിതത്തിൽ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പുള്ളി ഒരു റൊമാൻറ്റിക് ആണ്, പുള്ളി ഒരു ഇച്ചിരി നെർവസ് ആണ്, പുള്ളി ചില ട്രോമ കണ്ടീഷനിൽ കൂടെ പുള്ളി കടന്നു പോകുന്നുണ്ട്. അതെല്ലാം ലാലേട്ടൻ എടുത്തു വെച്ചേക്കുന്ന, ഇടയ്ക്ക് കരയുന്നുണ്ട്, വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. അതൊക്കെ പുള്ളി കുറെ നാളായിട്ട് ഇങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ ലാലേട്ടനെ കണ്ടിട്ടില്ല ശരിക്കും. ഇതൊരു തരുൺമൂർത്തി തന്നെ പറഞ്ഞു ഇതൊരു ഫാമിലി പടമല്ല, ഇതൊരു ക്രൈം ത്രില്ലറാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ എനിക്ക് പറയാനുള്ളത് ഇതൊരു ഫാമിലി പടം കൂടെയാണ്. ഫസ്റ്റ് ഒരു 1 അവറിലൊക്കെ നമുക്ക് ഏകദേശം പുള്ളി ഒരു ഫാമിലിക്ക് എന്തൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ലാതെ പുള്ളിയുടെ കാറാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പഴയ അംബാസിഡർ മോഡലുണ്ട്. കാറിനെ പറ്റി പുള്ളി ഒരുപാട് കാറിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഈ പടം പിന്നെ നമ്മുടെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരഭിമാന കുലകളെ പറ്റി നല്ല രീതിയിൽ പോർട്രേറ്റ് ചെയ്ത് അതിനൊരു നല്ല രീതിയിലുള്ളൊരു എൻഡിങ് ഈ പടം നൽകിയിട്ടുണ്ട്. സ്വന്തം ഫാമിലിയെ പോലെ തന്നെ സ്വന്തം കാറിനെയും സ്നേഹിക്കുന്ന ഒരു ടിപ്പിക്കൽ മലയാളി. നമ്മളെല്ലാവരും അങ്ങനെയാണ്, സ്വന്തം ഫാമിലിയെ പോലെ തന്നെയാണ്. അതിലൊരു സ്ക്രാച്ച് വന്നാൽ നമുക്കെല്ലാം ഉള്ളിൽ വിഷമാവും. അതെല്ലാം ലാലേട്ടൻ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറിലെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാറിൽ വെച്ചുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ എങ്ങനെ, ബെൻസിന്റെ ജീവിതത്തിൽ എങ്ങനെ അത് മാറ്റം വരുത്തുന്നു എന്നാണ് പടത്തിന്റെ ഒരു സ്റ്റോറി ലൈൻ. ഈ പടത്തില് മുണ്ടക്കൈ ചൂരൽമല നടന്നിട്ടുള്ള ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ മനസ്സിൽ വേദനിപ്പിച്ച ഒരു ദുരന്തമായിരുന്നു. അപ്പൊ അതിനെ ചെറിയ രീതിയിൽ ഇതിനകത്തൊന്ന് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു സംഭവമായിരുന്നു. അതിനകത്ത് മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ മുണ്ടക്കയുമായിട്ടാണ്, എൻ്റെ നാടാണ് മുണ്ടക്കൈ, അങ്ങനെയാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തത്. പിന്നെ ഈ പടത്തിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ അതിന്റെ ആ സോങ്സും ആണ്. ഇത് ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയാണ്. ഈ പടത്തില് ഒരു വിഷമം ഉണ്ടാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിന്റെ എഡിറ്റർ ആയിട്ടുള്ള നിഷാദ് യൂസഫ് എന്ന് പറഞ്ഞ ആള്, നമ്മുടെ പഴയ തല്ലുമാല, പിന്നെ ഈ ഇടയ്ക്കിറങ്ങിയ ആലപ്പുഴ ജിംഖാന, ബസൂക്ക, ഇങ്ങനെയുള്ള പടത്തിന്റെ എല്ലാം എഡിറ്റർ ആയിട്ടുള്ള നിഷാദ് യൂസഫ് കുറച്ച് നാളുകൾക്ക് മുന്നേ, പുള്ളിയുടെ ഈ പടങ്ങളൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അപ്പം എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ പടങ്ങൾക്കൊക്കെ മുന്നേ, ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ അദ്ദേഹം മരണപ്പെട്ടു. ഈ പടത്തിൽ തന്നെ ആദ്യമേ ഒരു പുള്ളിക്ക് വേണ്ടി സഹോദരൻ പ്രണാമം കൊടുക്കുന്നു. പിന്നെ ഈ പടത്തിൽ പ്രത്യേകം പറയേണ്ടത് ജോർജ് മാത്തൻ എന്ന പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളിയുടെ അഭിനയം കണ്ടപ്പോൾ ശരിക്കും പിടിച്ചിട്ട് ഒരു ഇടി കൊടുക്കാൻ തോന്നുന്നു. അമ്മാതിരി അഭിനയം എന്ന് പറഞ്ഞാൽ അമ്മാതിരി അഭിനയം. പുള്ളിയുടെ ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ പുള്ളി ഈ ഫഹദ് ഫാസിലൊക്കെ പറഞ്ഞ കണ്ണുകൊണ്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു. പുള്ളി അമ്മാതിരി അഭിനയം.
കണ്ണുകൾ കൊണ്ടും ബോഡി ലാംഗ്വേജ് കൊണ്ടും എല്ലാം പുള്ളി അങ്ങ് അഭിനയിക്കുക. പിന്നെ പറയേണ്ടത് ബിനു പപ്പു ആണ്. ബിനു പപ്പു ഒക്കെ എന്തൊരു അഭിനയം എന്നറിയാം. നമുക്ക് കാണുമ്പോൾ ശരിക്കും പുള്ളിക്കിട്ടും കൊടുക്കാൻ തോന്നും. അമ്മാതിരി അഭിനയമാണ് പുള്ളിയൊക്കെ എന്ന് പറയുന്നത് ശരിക്കും തഴിമൂർത്തി യൂണിവേഴ്സിലുള്ള ഒരാൾ തന്നെയാണ്. പിന്നെ ലുക്മാൻ അവറാൻ ഇതിനകത്ത് കണ്ടില്ല. അതിൽ എനിക്ക് എന്താ ഒരു വിഷമമുണ്ട്. പുള്ളി ശരിക്കും ഈ തരുൺമൂർത്തി യൂണിവേഴ്സിലെ മെയിൻ ആളാണ്. ഓപ്പറേഷൻ ജാവ മുതൽ ഓപ്പറേഷൻ ജാവ ആണേലും പിന്നെ സൗദി വെള്ളക്ക ആണേലും തരുൺമൂർത്തിയുടെ അടുത്ത് തന്നെ തരുൺമൂർത്തി എപ്പോഴും പറയാറുണ്ട് ലുക്കു ഭയങ്കര ഫ്രണ്ടാണ്. അപ്പം പുള്ളി ഇല്ലാത്തത് എന്താണെന്ന് അറിയില്ല. പുള്ളിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ. പിന്നെ ഈ പടത്തിന്റെ ലെങ്ത് കാരണമായിട്ട് കുറെ സീൻസ് ഇതിനകത്ത് കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ കൂടെ ഒരുപാട് ആക്ടേഴ്സിന്റെ സ്ക്രീൻ പ്രസൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ ഫിലിമിൽ ഫസ്റ്റിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഈ പടത്തിന്റെ ലെങ്ത് കാരണമായിട്ട് കുറെ സീൻസ് കട്ട് ചെയ്യേണ്ട വന്നിട്ടുണ്ടെന്നും കാര്യങ്ങളുമല്ല. ഇത് പ്രധാനമായിട്ടും ആ ആക്ടേഴ്സിനെ ഒന്ന് അറിയിക്കുക എന്നുള്ളത് ഒരു ഈ ഫിലിം ക്രൂസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരിക്കും അവര് ആ പടത്തില് അവരുടെ ഇഷ്ടപ്പെട്ടവരെ എല്ലാം കൊണ്ടായിരിക്കും ഈ പടം കാണാൻ വരുന്നത്. അപ്പൊ പെട്ടെന്ന് ഇവരില്ല എന്നറിയുമ്പോൾ ഒരു വിഷമം, അവരുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു വിഷമം ഉണ്ടാകുന്ന സന്ദർഭമാണ്. ഈ പടത്തിന്റെ ലാസ്റ്റ് ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഉണ്ട്. കുറെ ക്യാമ്പിൽ നിന്നുള്ള കുറച്ച് തട്ടിമാടന്മാരെ സെറ്റപ്പ് പോലീസുകാരൊക്കെ വന്ന് ലാലേട്ടനെ ഒന്ന് എത്തിക്കുന്ന സീൻ. എന്ന സാധനം പുള്ളി ആ ഒരു സീനിനകത്ത് പുള്ളി കാണിക്കുന്ന ഫിസിക്കും ഇങ്ങനെ നിൽക്കുമോ പുള്ളി. നമ്മൾ ആ ബോക്സിംഗ് ആണെന്നറിയോ, ബോക്സിംഗ് കൊണ്ട് നാടനടി കൊണ്ട് എല്ലാം കൂടെ ചേർന്ന ഒരു സംഭവം പുള്ളി കുട്ടിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് അത് ഫാൻസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇതുപോലെ തോന്നി. അടിപൊളി അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് പടത്തെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് താഴെ